കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് അതിശക്തമായ നിലയിൽ സുവിശേഷ യോഗങ്ങളിൽ ദൈവദാസന്മാർ, സുവിശേഷകന്മാർ പ്രഘോഷിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനെ സംബന്ധിച്ച് വിശ്വാസ സമൂഹത്തിനിടയിൽ വലിയ ചിന്തകളുണ്ട്, ഭയമുണ്ട്, ആവേശമുണ്ട്, പരിഭ്രമമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എന്താണ് ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പുതിയ നിയമ സഭയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ല ഇന്ന് ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ടോ എന്നിത്യാദി വിഷയങ്ങൾ വളരെ വേഗത്തിൽ, വളരെ ലളിതമായി പങ്കുവയ്പ്പാനാണ് ഈ വീഡിയോ. ദയവായി നിങ്ങൾ ഈ വീഡിയോ ഫുൾ കേൾക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് നിങ്ങളത് ചെയ്യുക. വേദപുസ്തകത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴും നിലവിലുള്ള പല ആശയങ്ങൾ, പരമ്പരാഗതമായ പഠനങ്ങൾ, നിലവിലെ ക്രൈസ്തവ സഭയുടെ ഇടയിൽ പോപ്പുലറായിട്ടിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഖണ്ഡിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അത് നിലവിലുള്ള സത്യത്തോട് വിയോജിക്കുന്ന നിലയിലായിരിക്കാം നമ്മുടെ ക്ലാസ്സുകൾ. എങ്കിലും തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന ഒരു ബെറോവിയൻസിന്റെ ഹൃദയം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് ഈ ജീവപുസ്തകം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വിശുദ്ധ തിരുവെഴുത്തിൽ ആദ്യമായി ജീവപുസ്തകം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം അതേ 32-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിലാണ്. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. മോശ ജനത്തോട് പറയുന്നു. ജനം കാളക്കുട്ടയെ ഉണ്ടാക്കി ദൈവസന്നിധിയിൽ പാപം ചെയ്ത് ദൈവത്തിന്റെ വചനത്തിനും പ്രമാണത്തിനും വിരുദ്ധമായി പ്രവർത്തിച്ചു നിൽക്കുമ്പോൾ ദൈവം അവരെ നശിപ്പിക്കാനായി, അല്ലെങ്കിൽ ദൈവകോപം അവരുടെ മേൽ ജ്വലിക്കപ്പെടുമ്പോൾ മധ്യസ്ഥനായി നിൽക്കുന്ന മോശ ദൈവത്തോട് പറയുക, ദൈവമേ, നീ അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായിച്ചു കളയണമേ. ഇത് ബൈബിളിൽ മറ്റെവിടെയെങ്കിലും ഇതിനു മുമ്പ് ദൈവം സംസാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നേരിട്ട് അറിവില്ല. അങ്ങനെ ഒരു ബിബ്ലിക്കൽ റെക്കോർഡ് ബൈബിളിൽ ഇല്ല. ജീവപുസ്തകം എന്നൊരു പുസ്തകത്തെക്കുറിച്ച് ആദം മുതൽ ഇങ്ങോട്ട് ആരെങ്കിലും പറഞ്ഞിരുന്നുവോ എന്ന് വിശുദ്ധ ബൈബിളിനകത്ത് നമുക്ക് തെളിവുകളില്ല. അല്ല ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പുരാതന പുസ്തകങ്ങളിൽ ഉണ്ടോ എന്ന് അറിവുമില്ല. എനിവേ, നമ്മൾ കൂടുതലും വേദപുസ്തകത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്ന് വെച്ച് നിലവിലുണ്ടായിരുന്ന പല കാര്യങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ കണ്ണടയ്ക്കുന്നതുമില്ല. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജീവപുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളയണമേ എന്ന് പറയുക. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ജീവപുസ്തകത്തെക്കുറിച്ച് പറയുന്ന ഈ വിഷയം, ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ, നീ എൻ്റെ പേര് മായ്ക്കണം. കാരണം എന്താ? നീ അല്ലെങ്കിൽ ജനത്തോട് പാപം ക്ഷമിക്കണം. ഫസ്റ്റ് ടൈം ഈ ബൈബിൾ ഈ വാക്ക്, ഈ പേര് അല്ലെങ്കിൽ ഈ ഒരു പദം ഉപയോഗിക്കുമ്പോൾ നീതിമാന്മാരായ നേരോടെ നടക്കുന്ന വ്യക്തികളുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അല്ലെങ്കിൽ മോശയുടെ പേരും വിശ്വസ്തമായ ദൈവത്തെ പിന്തുടരുന്നവരുടെ പേരുകൾ ഈ പുസ്തകത്തിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, മായിച്ചു കളയണമേ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ജനം ഇപ്പോൾ മരണകരമായ പാപം ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, ഈ ജനം മരണകരമായ പാപം ചെയ്തിരിക്കും. ദൈവത്തെ വിട്ടകന്ന് കാളക്കുട്ടി ആരാധിക്കും. അപ്പൊ ഈ ജനത കൊല്ലപ്പെടാൻ 100% ദൈവത്തിന്റെ ജസ്റ്റിസിന്റെ മുമ്പിൽ സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്തെന്നറിയാമോ? കർത്താവേ, അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ എൻ്റെ പേര് മായ്ച്ചു കളയണം. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നീ അവരുടെ തെറ്റ് ക്ഷമിച്ച് അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന്, മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ പ്രാണനെ എടുത്തു. അതായത് മോശയുടെ പ്രാർത്ഥനയുടെ റിയൽ അർത്ഥം എന്ന് പറയുന്നത്, കർത്താവേ, എൻ്റെ പ്രാണനെ അങ്ങെടുത്ത് എന്നെ അങ്ങ് കൊന്നേര്. ഇതാണ് എൻ്റെ അർത്ഥം. അപ്പൊ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ അങ്ങ് എടുത്തോ, എന്നെ മരണത്തിന് വിട്ടേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ സങ്കീർത്തനം 69-ന്റെ 29-ാമത്തെ വാക്യം, സങ്കീർത്തനം 69-ന്റെ
29 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 28 വാക്യം, സോറി. അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ, നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ. നോളത്തെ കാര്യമൊക്കെ നിങ്ങൾ വായിച്ചു. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുതേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി നോക്കിയ, നീതിമാന്മാരുടെ കൂടെ അവരെ എഴുതരുതേ, ജീവപുസ്തകത്തിൽ നിന്ന് അവരുടെ പേരുകളെ മായ്ച്ച് കളയണം. ഇത് ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ദുഷ്ടന്മാരെ കുറിച്ച് സംസാരിക്കുന്നു, ദൈവത്തെ വിട്ടകലുന്നവരെ കുറിച്ച് സംസാരിക്കുന്നു. ഒടുവിൽ പറയുന്നു, ദൈവമേ, അവരുടെ അകൃത്യം, നീ അകൃത്യത്തോട് അകൃത്യം കൂട്ടണം, നിന്റെ നീതിയെ അവർ പ്രാപിക്കരുത്, നിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് അവരെ പേര് മായ്ച്ചു കളയണം. അപ്പൊ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയണം. കാരണം നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരെ എണ്ണരുത്. അപ്പൊ അതിന്റെ അർത്ഥം, നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരെ എണ്ണരുത്, ജീവപുസ്തകത്തിൽ പേര് മായ്ച്ചു കളയണം. അതിന്റെ അർത്ഥം എന്താ? നീതിമാന്മാരുടെ പേരെഴുതിയിരിക്കുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. അതിൽ നിന്ന് ആ ദുഷ്ടത പ്രവർത്തിക്കുന്ന, അകൃത്യത്തോട് അകൃത്യം കൂട്ടുന്ന, ദൈവനീതി പ്രാപിക്കാൻ യോഗ്യരല്ലാത്ത അവരുടെ പേര് മായ്ച്ചു കളയണം എന്ന് പറയുക. ഇതാണ് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വേദപുസ്തകത്തിൽ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് നമ്മൾ വായിക്കുന്നത് യെശയ്യാവിന്റെ പ്രവചനം 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ. യെശയ്യാവിന്റെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഇവിടെ എഴുതിയിരിക്കുന്നു, കർത്താവ് ന്യായവിധികളുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരൂശലേമിന്റെ രക്തപാതകം അവരുടെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവരും യെരൂശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, വിശുദ്ധൻ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഒരു ശേഷിപ്പ്, ഒരു റെമനന്റ് ഇൻ സയോൺ ആൻഡ് ദ കോൾഡ് ഔട്ട് ദ റെമനന്റ് ഫ്രം ജെറുസലേം. Everyone who is written for life, everyone who is written for life. അങ്ങനെയാണ് ആ വാക്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മലയാളത്തിൽ ഇത് വായിക്കുമ്പോൾ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ. അപ്പൊ ജീവനുള്ളവർ എന്നാ മലയാളത്തിൽ എഴുതിയത്. പക്ഷെ നമ്മളതിന്റെ മറ്റു പരിഭാഷകൾ വായിക്കുമ്പോൾ he who remains in Zion will be called വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. Everyone who is written for life in Jerusalem. അപ്പൊ ജീവന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നവർ, യെരൂശലേമിലുള്ളവർ വിശുദ്ധന്മാർ എന്ന് വിളിക്കപ്പെടും. അതായത് റിട്ടൺ ഫോർ ലൈഫ്. അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ദ ഡിവൈൻ എലക്ഷൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദിവ്യമായ തെരഞ്ഞെടുപ്പും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. എല്ലാവരും ശ്രദ്ധിക്കണേ, മരണത്തെ തൊടാൻ പറ്റത്തില്ല, മരണം അവരെ തൊടാൻ പറ്റില്ല. ദൈവം അവരെ എന്ത് ചെയ്യുക? തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർ, നീതിമാന്മാരാണ്. അവര് മരണത്തിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് റിട്ടേൺ ഫോർ ലൈഫ്. ശ്രദ്ധയോടെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. അതായത് മറ്റൊരു വാക്യം കൂടെ ഉണ്ട്, 4-ാമത്തെ ഭാഗം. അതായത് പഴയ നിയമത്തിൽ തന്നെ നമ്മൾ എടുക്കുന്നത് 4-ാമതായി പറയുന്നിരിക്കുന്നത് ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിലാണ്. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അക്കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് നുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. ഇത് നമുക്ക് AD 70 ഫുൾഫിൽ ആയിട്ട് കാണാൻ പറ്റും, ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. വെള്ളസിംഹാസന ന്യായവിധി കാണുന്നുണ്ട്, പുസ്തകങ്ങൾ തുറക്കുന്നുണ്ട്, ജീവന്റെ പുസ്തകം എന്നൊരു മറ്റൊരു പുസ്തകം തുറക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പകിയിൽ തള്ളിയിടുന്നുണ്ട്. അപ്പൊ ജീവപുസ്തകത്തിൽ പേരുള്ളവര് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇവിടെ നോക്കിയ സെയിം
ഒരു ജാതി ഉണ്ടായതുമ്പോൾ ഇതുവരെ സംഭവിക്കാത്ത മഹാകഷ്ടം അന്നുണ്ടാകും. കർത്താവ് യേശു ക്രിസ്തു യെരൂശലേമിന്റെ നാശത്തെക്കുറിച്ചും കർത്താവിന്റെ വരവിനെക്കുറിച്ചും ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ചും മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഇതേ പദം തന്നെയാണ് പറഞ്ഞിരിക്കുക. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിക്കാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടം എന്നുണ്ടാകും. അന്ന് യെരൂശലേമിലുള്ളവർ യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അത് ശീതകാലത്തും ശബ്ദത്തിലും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ. അന്ന് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ഇതൊക്കെ ശാബത്ത്, ശീതകാലം, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ വേൾഡ് വൈഡ് ജഡ്ജ്മെന്റ്, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. സോ അവിടെ പറഞ്ഞിരിക്കുന്നു, ദാനിയേലിന്റെ പറഞ്ഞു പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും എന്ത് ചെയ്യും? പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും രക്ഷപ്പെടും. അപ്പം പുസ്തകത്തിൽ പേരുള്ളവൻ രക്ഷപ്പെടും, പുസ്തകത്തിൽ പേരില്ലാത്തവൻ കൊല്ലപ്പെടും. ഇത് നിങ്ങളുടെ മൈൻഡിൽ വരിക. അപ്പോൾ ഈ 4 റെഫറൻസുകൾ നിങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് പഠിക്കണം. ഞാനിത് പറയാനൊരു കാരണം, ഇത് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് പേര്, ഞാൻ ആദ്യമായിട്ട് ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത് കേട്ടത് പാസ്റ്റർ ലാസർ വി മാത്യു എന്ന് പറയുന്ന പുള്ളി വളരെ സരസമായ നിലയിൽ പറയുന്നത്, ഈ ജീവപുസ്തകം ആരുടെ കയ്യിൽ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് താന് സംസാരിക്കുന്നത് നമുക്കറിയത്. എനിക്കൊന്ന് യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് ഇന്ന സംഘടനയെ കൊടുത്താൽ അത് അവരുടെ പേര് എഴുതത്തുള്ളൂ, കത്തോലിക്കാരുടെ കൊടുത്താൽ കത്തോലിക്ക, ഇങ്ങനെയൊക്കെ രീതിയിൽ പറയാം. അപ്പൊ ഇത് കത്തോലിക്കാരുടെ കയ്യിലും TPMന്റെ കയ്യിലും പെന്തിക്കോസ്തിന്റെ കയ്യിലും ബ്രദറൻകാരുടെ കയ്യിലും കൊടുക്കുന്ന പുസ്തകമല്ല. ആദ്യം ഞാനതാ പറയാൻ വരുന്നത്. നമ്മൾ വേദപുസ്തകത്തെ മനസ്സിലാക്കുമ്പോൾ ഈ പുസ്തകം എന്താണെന്ന് ആദ്യമാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി വി നീഡ് ടു ഗോ ടു ദ എബ്രായരുടെയൊക്കെ. കാരണം ഇത് ആദ്യം എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിലല്ല. ഇത് ആദ്യം എഴുതിയിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമത്തിലാണ്. മോശയാണ് ആദ്യം പറയുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നു, യെശയ്യാവ് പറയുന്നു, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു. ഇങ്ങനെ ഇത് കൃത്യമായ നിലയിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് വി നീഡ് ടു ഗോ, ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ എപ്പോഴും വേദപുസ്തകം മനസ്സിലാക്കണമെങ്കിൽ യഹൂദന്മാരുടെ, ഇപ്പൊ ഇത് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര കലിപ്പാണ്. യഹൂദൻ അറിഞ്ഞില്ലേ കുഴപ്പമുണ്ടോ, ഗ്രീക്ക് അറിഞ്ഞില്ലേ കുഴപ്പമുണ്ടോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് പോകാം, ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല എഴുതുന്നത്. ഇത് ബോധവും പൊക്കണമൊക്കെ ഉള്ള ആളുകൾ ലോകത്തുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ എഴുതുന്നത് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെ പൊക്കോട്ടെന്ന് പറയുന്നവരൊന്നും എനിക്ക് അവരോട് സംസാരിക്കാനില്ല. അതായത് ഞാൻ പ്രധാനമായിട്ട് പറയാം, ഈ ജീവപുസ്തകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിശദീകരിക്കപ്പെട്ട് പഠിപ്പിച്ചിരിക്കുന്നത് റബനിക്കൽ റെഫറൻസ് പുസ്തകങ്ങളാണ്. യഹൂദന്മാരുടെ എപ്പോഴാണ് ഈ പുസ്തകം എഴുതുന്നത്, എപ്പോഴാണ് ഈ പുസ്തകം തുറക്കുന്നത്, എന്താണ് ഈ പുസ്തകത്തിന്റെ ആവശ്യകത, എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ജൂയിഷിന്റെ റെഫറൻസ്, അതിപ്പോൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിന്റെ കസ്റ്റോഡിയൻസ്, ആരാണോ ബൈബിളിനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്, ആർക്ക് വേണ്ടിയാണോ ഈ പ്രമാണം എഴുതപ്പെട്ടത്, അവർക്ക് കൊടുക്കുന്ന വിശദീകരണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രത്യേകമായിട്ട് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ജീവപുസ്തകത്തിന് അവർ ഹീബ്രുവിൽ പറയുന്ന പേര് സെഫർ ഹഖൈം എന്ന്. സെഫർ മീൻസ് ചുരുള പുസ്തകം, ഹഖൈം എന്ന് പറയാൻ ദ ലൈഫ്, ജീവന്റെ പുസ്തകം, ബുക്ക് ഓഫ് ലൈഫ് എന്ന് പറയും. ഇവിടെ അവർക്ക് പ്രധാനമായിട്ട് കുറേ പുസ്തകങ്ങളുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് പറയുന്ന ഒന്ന് മിഷ്നയുണ്ട്. മിഷ്ന, അതെല്ലാം ഈ മിഷ്ന എന്നൊക്കെ പറഞ്ഞാൽ യെരൂശലേമിന്റെ ഫോൾ സംഭവിച്ചതിന് ശേഷം 70 വർഷത്തെ പ്രവാസകാലത്തിന് ശേഷം ആ സമയത്ത് രചിക്കപ്പെട്ട പുസ്തകങ്ങളൊന്നാണ് ഈ മിഷ്ന. എനിക്കൊന്ന് ഏറെക്കുറെ എല്ലാം തന്നെ ആ കാലങ്ങളിലാണ് വന്നത്. തൽമൂദ് ഉണ്ട്, മിഡ്രാഷ് ഉണ്ട്, അതുപോലെ തന്നെ ലേറ്റർ പിന്നെ വന്ന റബനിക്കൽ റിസോഴ്സസ് ഉണ്ട്. ഈ തൽമൂദ് തന്നെ ജെറൂഷലേം തൽമൂദ് ഉണ്ട്, ബാബിലോൺ തൽമൂദ് ഉണ്ട്. അപ്പം ഇത് രണ്ടിനും വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഇതിലെല്ലാം തന്നെ യഹൂദന്മാരുടെ തോറായുമായി ബന്ധപ്പെട്ട വേദപുസ്തകത്തെ സംബന്ധിച്ചതായ ആഴമായ സത്യങ്ങളും അതിൻ്റെ കമൻട്രികളും അതിൻ്റെ റബനിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. മിഷ്നായിലാണ് ഏറ്റവും കൂടുതൽ സാബത്തിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാബത്ത് എങ്ങനെ ആയിരിക്കും? കാരണം ശബത്ത് ലംഘിച്ചത് കൊണ്ടാണ് ഇവർ 70 ആഴ്ചവട്ടത്തോളം 70 സംവത്സരം പ്രവാസികളായിട്ട് താമസിക്കണം അതുകൊണ്ട് വന്നത്. അതുകൊണ്ട് ദൈവം ഇനി മേലാൽ ശബത്ത് ലംഘിക്കാൻ പാടില്ല എന്നുള്ള കർക്കശമായ നിർദ്ദേശം യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം യേശു ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾക്കകത്തും അവര് യേശു ശബത്ത് ലംഘിക്കുന്നു എന്ന് പറയാനൊരു കാരണമെന്ന് പറയുന്നത് ഇവർ ശബത്തിനകത്ത് അടി വാങ്ങിച്ച് കെട്ടിയതുകൊണ്ട്. ഓക്കെ, അപ്പം ഈ പുസ്തകങ്ങളിലെല്ലാം ഇന്നുണ്ട്. ഞാൻ ഇതെല്ലാം കൂടെ ഇതൊക്കെ നമുക്ക് ഇന്റർനെറ്റിലും മറ്റ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും ഒക്കെ
എൻ്റെ കയ്യിൽ ജെറുസലേം തൽമൂദും ഉണ്ട്, ബാബിലോൺ തൽമൂദും ഉണ്ട്. ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എബ്രായിക്ക് റൂട്ട് പഠിക്കാൻ പറ്റുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ എൻ്റെ കൈവശമുണ്ട്. ഞാൻ അതിലേക്കും അത്യാവശ്യ സമയത്ത് പോകാറുമുണ്ട്. ചില കാര്യങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സോഫ്റ്റ് കോപ്പിയാണ്. ആരും എൻ്റെ ഹാർഡ് കോപ്പി എൻ്റെ കയ്യിലില്ല. അതിനുള്ള സാഹചര്യവും നമ്മുടെ മുമ്പിലില്ല. ആരെങ്കിലുമൊക്കെ ജെറുസലേമിലൊക്കെ പോകുമ്പോൾ പോയി അവിടുത്തെ യോർദാൻ നദിയിലെ വെള്ളം കോരി കുടിക്കുന്നതിന് പകരം ചുമ്മാ അവിടെ യോ എൻ്റെ കർത്താവ് നടന്നയാണെന്നൊക്കെ പറഞ്ഞതിന് പകരം അവിടെ കാണാം ഇസ്രായേലിൻ്റെ വല്ല ബുക്ക് സ്റ്റോളിൽ പോയിട്ട് തൽമൂദോ അവരുടെ റബനിക്കൽ ഗ്രന്ഥങ്ങളോ അതുപോലെ തന്നെ പഴയ നിയമത്തിൻ്റെ വ്യാഖ്യാനമുണ്ട്. അസാമാന്യമാണ്. പഴയ നിയമത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കമൻട്രിക്ക് ഏകദേശം 72 വോളിയമുള്ള ഒരു കമൻട്രി ഉണ്ട്. റാഷിയുടെ കമൻട്രി കിട്ടും, റംബാം എന്ന് പറയുന്ന ഒരാളുടെ കമൻട്രി കിട്ടും. ഇതെല്ലാം ഭയങ്കരമായ ആഴമായ സത്യങ്ങളുണ്ട്. സോ അത് നമ്മൾ കൊണ്ടുവരാമെങ്കിൽ നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ ഒരുപാട് റിയാലിറ്റി മനസ്സിലാവും. സോ അതൊക്കെ പോയി വാങ്ങിക്കണം. അല്ലാതെ യോർദാനിൽ പോയി പച്ചവെള്ളം കോരി കുടിക്കുക, അവിടുത്തെ മണ്ണ് വാരിക്കൊണ്ട് ഇങ്ങോട്ട് വരിക, പിന്നെ അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുക, കർത്താവ് എന്ന് പറയുന്ന കോൾ ഇങ്ങനെ ഗൂസ്മമാവുക, ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അവിടെയൊക്കെ പോവുക, പറ്റുമെങ്കിൽ വല്ല റിവ്യൂമാരെ കാണുക, എന്തോ അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുക, സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ. ഓക്കെ, എനിക്കെങ്കിലും ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. പോകുമായിരുന്നെങ്കിൽ 100% പറ്റുന്നതിനെല്ലാം കളക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വരത്തുള്ളായിരുന്നു. പണ്ടാണ്ട് പറഞ്ഞ പോലെ എറിയാൻ അറിയാവുന്നതിൻ്റെ കൊള്ളി കൊടുക്കത്തില്ലെന്ന് പറയുന്നത് ഒരു സത്യമാണ്. ശരി, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പറയുന്നുണ്ട്, ഇടാ കുടുമി ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും വെച്ച് കെട്ടാന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഒരു സാഹചര്യം ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതുകൊണ്ട് ഇറ്റ്സ് എ സജഷനാണ്. അപ്പം ഇതിൻ്റെ റബനിക്കൽ റിസോഴ്സിൽ ആദ്യമായി തൽമൂദിൽ ഈ റോഷ് ഹഷന എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാഹളധ്വനി പെരുന്നാൾ, ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം, കാഹളധ്വനി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. റോഷ് ഹഷനായിൽ, അതായത് കാഹളധ്വനി പെരുന്നാൾ, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഈ ജീവപുസ്തകത്തെ നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിന്റെ 2ാം വരവില്ല, സെക്കൻഡ് കമ്മിങ് അല്ല. മനസ്സിലായില്ലേ? കർത്താവിന്റെ വരവ് സംഭവിക്കുന്നു, ന്യായത് മരിച്ചവർ. അപ്പൊ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോളൂ, ഇതെല്ലാം കറക്റ്റ് കണക്റ്റഡാ. റോഷ് ഹഷനായുടെ അന്ന് 3 പുസ്തകങ്ങൾ തുറക്കുന്നു. 3 books are open on Rosh Hashanah. One for the completely righteous, അതായത് പൂർണ്ണമായി നീതിമാന്മാരായ ആളുകളുടെ പേരാണ് ഒരു പുസ്തകത്തിനകത്തുള്ളത്. 2ാമത്തെ പുസ്തകത്തിൽ കംപ്ലീറ്റ്ലി വിക്കഡ്, പൂർണ്ണമായിട്ടും ദുഷ്ടത പ്രവർത്തിക്കുന്ന, തിന്മയിൽ ജീവിക്കുന്ന, പ്രമാണത്തെ ലംഘിക്കുന്നവരുടെ പേരെഴുതിയിരിക്കുന്ന പുസ്തകം. 3ാമത്തെ പുസ്തകം ഓൺ ഫോർ ദ ഇന്റർമീഡിയറ്റ്സ്, അതായത് നീതിമാനാണോ അതോ അല്ല, ദുഷ്ടനാണോ അതല്ല, ഇതിന്റെ ഇടയിലുള്ള ഒരു കൂട്ടം ആളുണ്ട്, ഇടയിൽ നിൽക്കുക. ആ നിൽക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് ഇന്റർമീഡിയറ്റ്സിന്റെ പുസ്തകം. അതായത് 3 books are open on റോഷ് ഹഷന. ഇത് തന്നെയാണ് നമ്മൾ കർത്താവിന്റെ വരവിൽ AD 70 നമ്മൾ സംഭവിക്കുന്ന കണ്ട സെയിം തിങ് ആണ്. പുസ്തകങ്ങൾ തുറന്നു, അവിടെയാണ് ജഡ്ജ്മെന്റ് സംഭവിക്കുന്നത്. ജഡ്ജ്മെന്റ്, പുസ്തകങ്ങൾ തുറന്നു. ഈ വെള്ളസിംഹാസന ന്യായവിധിയെക്കുറിച്ച് ആദ്യം പരാമർശിച്ചിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനല്ല, മറിച്ച് ദാനിയേലിന്റെ പ്രവചന പുസ്തകം 7ാം അധ്യായത്തിന്റെ 10-ാമത്തെ 11-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ, ഞാൻ ന്യായാസനങ്ങൾ കണ്ടു, ന്യായാസനത്തിൽ ഇരിക്കുന്നവർ ഇരുന്നപ്പോൾ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം ഒന്ന്, മറ്റൊരു പുസ്തകം തുറന്നു. അപ്പൊ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ 3 പുസ്തകങ്ങളാണ്. 1 ജീവന്റെ പുസ്തകം, 2 മരണത്തിന്റെ പുസ്തകം, 3 ഇതിന് 2നും ഇടയിലുള്ള ആളുകളുടെ പേര് രചിച്ചിരിക്കുന്ന പുസ്തകം. ഇനി ശ്രദ്ധിക്കണം, ദ റൈച്ചസ് ആർ ഇമ്മീഡിയറ്റ്ലി റിട്ടൺ ആൻഡ് സീൽഡ് ഫോർ ലൈഫ്. അതായത് ഈ റോഷ് ഹഷനയുടെ അന്ന് തന്നെ, അതായത് കാഹളധ്വനി പെരുന്നാളിന്റെ അന്ന് തന്നെ നീതിമാന്മാരായിരിക്കുന്നവരുടെ പേരുകൾ എഴുതുന്നതിന്റെ അന്ന് തന്നെ അത് സീൽ ചെയ്യും. അതായത് ആ പേര് എഴുതി ആ പുസ്തകം അങ്ങ് സീൽ ചെയ്തേക്കും. 2ാമത്, ദ വിക്കഡ് ആർ ഇമ്മീഡിയറ്റ്ലി റിട്ടൺ ആൻഡ് സീൽഡ് ഫോർ ഡെത്ത്. ഫോർ ലൈഫ്, അതായത് നീതിമാന്മാർ, ശ്രദ്ധിക്കണേ, നീതിമാരുടെ പേര് എഴുതി അതിനെ സീൽ ചെയ്യുന്നത് എന്തിനാ? സീൽഡ് ഫോർ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞു റിട്ടൺ ഫോർ ലൈഫ്, ഐസിയ ചാപ്റ്റർ 4:3. ജീവന് വേണ്ടി എഴുതിയ പുസ്തകമാണ് ജീവപുസ്തകം. ജീവനുള്ളവരുടെ പുസ്തകമല്ല കേട്ടോ, ജീവൻ പ്രാപിക്കേണ്ടവർക്കുള്ള പുസ്തകം, നീതിമാന്മാരുടെ പുസ്തകം. അപ്പം റൈച്ചസ് ആയ ആളുകളുടെ പുസ്തകം പേരെഴുതുന്നു, സീൽ ചെയ്യുന്നു, കംപ്ലീറ്റ്ലി സീൽ ചെയ്യുന്നു. നമ്പർ 2, വിക്കഡ്, കംപ്ലീറ്റ്ലി വിക്കഡ് ആയിട്ടുള്ള ആളുകളുടെ പേര് എഴുതിയ പുസ്തകവും അന്നേരം തന്നെ സീൽ ചെയ്യും. ഇറ്റ് ഈസ് സീൽഡ് ഫോർ ഡെത്ത്.
സീൽഡ് ഫോർ ഡെത്ത്, മരണത്തിന് വേണ്ടിയുള്ള പുസ്തകം. അതാണ് മരണത്തിന്റെ പുസ്തകം. അതിപ്പോ ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആളുകളുണ്ടല്ലേ. ദ ഇന്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ഇടയിലുള്ള ആളുകൾ ആർ സസ്പെൻഡഡ് ഫ്രം, ഇത് വളരെ ഇമ്പോർട്ടന്റ് കേൾക്കണം, സസ്പെൻഡഡ് ഫ്രം റോഷ് ഹഷന ടു യോം കിപ്പൂർ. ഈ റോഷ് ഹഷനയ്ക്ക് യോം കിപ്പൂറിനിടെ 10 ദിവസമുണ്ട്. ഈ 10 ദിവസം ഈ തെറ്റിൽ ജീവിക്കുന്നു, പക്ഷെ നീതിയുള്ള ഇവർക്ക്, ഈ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഇതിന് രണ്ടിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഇവർക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കരുണയ്ക്കായി യാചിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. ഗ്രേസ് പീരീഡ് എന്നൊക്കെ പറയും. 10 ദിവസത്തെ മാനസാന്തരത്തിന്റെ അവസരം കൊടുക്കും. അപ്പോൾ അവര് ആ 10 ദിവസത്തിൽ അനുദപിച്ച് ദൈവസന്നിധിയിൽ ക്രമീകരിച്ചാൽ എന്ത് ചെയ്യും? അവരുടെ പേര് പിന്നെന്ത് ചെയ്യുക? ജീവപുസ്തകത്തിലേക്ക് ആഡ് ചെയ്യും. നീ പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടോ? ജീവപുസ്തകത്തിലേക്ക് ആഡ് ചെയ്യും. അവർ അതിൽ മെറിറ്റിൽ വന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു മാനസാന്തരത്തിലേക്കോ അനുതാപത്തിലേക്കോ വന്നില്ലെങ്കിൽ, they were written for death, മരണത്തിന് വേണ്ടി അവരെ വിധിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇത് റോഷ് ഹഷനയും യോം കിപ്പൂറുമായിട്ടുള്ള ബന്ധം. റോഷ് ഹഷന, യോം കിപ്പൂർ ആൻഡ് സുക്കോത്ത്, ഈ 3 ഉത്സവങ്ങൾ എന്ന് പറയുന്നത് കർത്താവിന്റെ 2ാം വരവാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുക, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേൾക്ക്. കർത്താവിന്റെ വരവിൽ പൂർത്തീകരിക്കപ്പെടേണ്ട 3 ഉത്സവങ്ങളാണ് കാഹളധ്വനി പെരുന്നാൾ, മഹാപാപ പരിഹാര ദിവസം, കൂടാരപ്പെരുന്നാൾ. ഈ 3 ഉത്സവങ്ങളും ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. അണ്ടർ ദ ജുഡിഷൻ ഓഫ് ഓൾഡ് കവനന്റ് പ്രീസ്റ്റ്ഹുഡ്. അപ്പം ചിലർ എന്നോട് ഒത്തിരി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പലരും ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരാൻ നമുക്ക് സമയമില്ല. കഴിയുന്നതിനൊക്കെ മറുപടി തരാം. കർത്താവുതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്നൊക്കെ പറയുന്നത് എന്താ എന്ന് ചോദിക്കാം. ഗംഭീരനാഥം കാഹളധ്വനിയുമായിട്ട് നമുക്ക് എന്താ ബന്ധമെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാം. കർത്താവുതാൻ ദൈവത്തിന്റെ കാഹളം, അന്ത്യകാഹളം. ഈ അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ കർത്താവ് വരുന്നു, കർത്താവിന്റെ വരവാണ്. അതേതായി അന്ത്യകാഹളം? റോഷ് ഹഷന, കാഹളധ്വനി പെരുന്നാൾ. അതിനുശേഷം 10 ദിവസം കഴിയുമ്പോൾ മഹാപാപ പരിഹാര ദിവസം. അതിനുശേഷം 5ാമത്തെ നാൾ മുതൽ എന്ത് ചെയ്യാണ്? 7 ദിവസത്തേക്ക് സുക്കോത്ത്, കൂടാര പെരുന്നാൾ. അപ്പോൾ ഈ പുസ്തകം ഏത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? റോഷ് ഹഷനയും യോം കിപ്പൂറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ റോഷ് ഹഷനായിരുന്ന ദ ഡേ വെൻ ദ റൈറ്റിംഗ് ഒക്കേഴ്സ്. പുസ്തകങ്ങളുടെ പേര് എഴുതുന്നത് എപ്പോഴാണ്? ശ്രദ്ധിച്ചു കേൾക്കണേ. ഇത് യഹൂദന്റെ നാട്ടിൽ റോഷ് ഹഷന അന്ന് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് സീൽ ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ അടുത്ത 1 വർഷം അവർക്ക് ജീവിക്കാം. ഡെസ്റ്റൈൻ ടു ലീവ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. അതാണ് റോഷ് ഹഷന എഴുതിയിട്ട് പറയും അതിനെ അവർക്ക് ജീവിക്കാൻ വേണ്ടി ഉള്ള 1 വർഷത്തേക്ക് വേണ്ടിയാണ് പുസ്തകത്തിൽ എഴുതുന്നത്. 2, യോം കിപ്പൂറിന്റെ അന്ന് ദ ഡേ വെൻ ദ സീലിംഗ് ഒക്കേഴ്സ്. പൂർണ്ണമായിട്ട് സീലിംഗ് ഞാൻ പറഞ്ഞല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാനസാന്തരപ്പെടാത്തവർക്ക് മാനസാന്തരപ്പെട്ട് ജീവപുസ്തകത്തിൽ പേരെഴുതാനുള്ള അവസരം യോം കിപ്പൂർ വരെ കൊടുക്കുന്നുണ്ട്. ടോട്ടൽ സീൽ നടക്കുന്ന എവിടെയാ? യോം കിപ്പൂറിലാണ്. ഞാൻ പറഞ്ഞ കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. യോം കിപ്പൂറിന്റെ അന്നാണ് പൂർണ്ണമായിട്ട് സീലിംഗ് നടക്കും. അപ്പം എഴുതുന്നത് റോഷ് ഹഷനായില്ലെന്നും, റോഷ് ഹഷന എന്ന് പറഞ്ഞാൽ കാഹളധ്വനി പെരുന്നാളിന്റെ അന്നും പൂർണ്ണമായ സീലിംഗ് ആ പുസ്തകത്തിലേക്ക്, ആ സീൽ ഫോർ എവർ അതിനകത്ത് വരുന്നത് പാപപരിഹാര ദിവസവും. അപ്പൊ പുസ്തകം എന്ന് പറഞ്ഞാൽ ദിസ് ദ രജിസ്റ്റർ ഫോർ ദ ഡെസ്റ്റൈൻഡ് ഫോർ ലൈഫ്. അത് ജീവന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരും, ശ്രദ്ധിക്കണ്ട, രക്ഷിക്കപ്പെട്ടവരല്ല ഇത് കേട്ടോ. നമ്മൾ അതെടുത്ത് എന്താക്കി? നമ്മൾ ഈ പുസ്തകങ്ങൾ, ഈ പേരെല്ലാം എടുത്തിട്ട് ആരെല്ലാം രക്ഷിക്കപ്പെടുന്നു അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നത്. ഇത് ആക്ച്വലി സെന്റ് അഗസ്റ്റിനും തോമസ് അക്വിനാസ് ഒക്കെ ക്രിസ്തീയ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന സാധനം. ഇവർ ഇത് എടുത്തിട്ട് എന്തോന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം രക്ഷിക്കപ്പെട്ടവരെ പ്രീഡെസ്റ്റിൻ, അവർ പറഞ്ഞെന്തോ പ്രീഡെസ്റ്റിൻ, അതായത് ദൈവം മുൻനിർണയിച്ചവരുടെ പേര് എഴുതി വെച്ചേക്കുന്ന പുസ്തകം, ജീവപുസ്തകം എന്ന് എഴുതുന്ന ആളുകളാണ് അവർ. അതിൽ നിന്നാണ് നമ്മൾ ഈ ബ്രദറൻ സമൂഹം വന്നത്. അവരാണ് ഈ എന്താ പറയുന്നത്, സാൽവേഷന്റെ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, എറ്റേണൽ സെക്യൂരിറ്റി ഒക്കെ പറയുന്നു. പെന്തക്കോസ്ത് അങ്ങനെയൊന്നുമല്ല. രക്ഷിക്കപ്പെട്ടവൻ പേരെഴുതും, തെറ്റ് ചെയ്യുമ്പോൾ അന്നേരം മായ്ച്ചു കളയും. പിന്നെ മാനസാന്തരപ്പെടുമ്പോൾ പിന്നെ എഴുതും, പിന്നെ മായ്ച്ചു കളയും. ഇങ്ങനെ മായ്ക്കുക എഴുതുക എന്നുള്ള കലാപരിപാടി
ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ. സത്യം പറഞ്ഞ ഇത് നമ്മൾ ഇത് ആർക്കെഴുതി ആരുടെ പുസ്തകമാണെന്ന് നമുക്കിതുവരെ മനസ്സിലാകാത്തതിൻ്റെ വലിയ പ്രശ്നമാണ്. ഞാനിത് കുറ്റപ്പെടുത്താൻ പറയുകയല്ല, ഞാനും ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഈ എഴുത്തും വായിക്കും, വീണ്ടും വീണ്ടും വായിക്കും, വീണ്ടും എഴുതുന്ന ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്കൊരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ പലർക്കും അത് വിരോധമായി മാറുകയും ചെയ്തു. പോട്ടെ. അപ്പൊ ഞാൻ പറയാം, ജീവപുസ്തകത്തിൽ പേരെഴുതിയത് ഡെസ്റ്റിൻ ഫോർ ലൈഫ്, അതായത് ബ്ലെസ്സിങ്സ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. അതായത് യോൻ കപൂർ കഴിഞ്ഞ അടുത്തൊരു 360 ദിവസം ദൈവാനുഗ്രഹത്തിൽ, ദൈവകൃപയിൽ, ദൈവത്തിന്റെ ജീവനിൽ താമസിക്കാൻ വേണ്ടി അവരെ പൂർണ്ണമായിട്ട് ദൈവം മുൻനിർണയിച്ചിരിക്കുക. ഡെസ്റ്റിൻ അത് സീൽ ചെയ്തിരിക്കുക. ഈ സെഫർ ഹ ഖൈം എന്ന് പറയുന്നത് ജീവപുസ്തകവും, സെഫർ ഹ മവത്ത് എന്ന് പറയുന്നത് മവൂത്ത് എന്ന് പറയും. നമ്മളിതില് മൗത്ത് ഹീബ്രുവിലൊക്കെ വായിക്കാൻ നല്ല പാടാ കേട്ടോ. ഹ മൗത്ത് മീൻസ് ബുക്ക് ഓഫ് ഡെത്ത്. മൂത്ത് എന്ന് പറയുന്ന മരണമാണ്. ഹ മൗത്ത് മീൻസ് ഡെത്ത്, ദ ബുക്ക് ഓഫ് ഡെത്ത്. അതായത് അതൊരു രജിസ്റ്റർ ഫോർ ദോസ് ഹു ഡെസ്റ്റൈൻ ടു ഡെത്ത് ഓർ മിസ്ഫോർച്യൂൺ, നിർഭാഗ്യാവസ്ഥ അല്ലെങ്കിൽ മരണത്തിനായിട്ട് വിധിക്കപ്പെടുന്നു, അല്ല ആ വർഷം അവന് മരണം സംഭവിക്കുമെന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ. പിടികിട്ടുന്നോ ഞാൻ പറഞ്ഞു വരുന്നേ? ഇത് സ്നാനപ്പെട്ടവരുടെ പേരെഴുതുന്നോ രക്ഷിക്കുക അങ്ങനെയൊന്നും അല്ല. ഇത് ന്യൂ ടെസ്റ്റമെന്റുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം അല്ലെന്നാണ് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കി വരുന്നത്. കാരണം ഇത് പറയുമ്പോൾ ഉടനെ ആരുടെയും വിശ്വാസം ഒന്നും പോകണ്ട. ചിലർ എന്നെ മെസ്സേജ് കേട്ടിട്ട് പറയാറുണ്ട്, ഓഹ് ഇത് ഭയങ്കര വിശ്വാസം, നിങ്ങൾ ഭയങ്കര പിശാചാണ്, നിങ്ങൾ ഈവിൾ സ്പിരിറ്റ് ആണ്, നിങ്ങൾ അന്തിക്രിസ്തുവാണ്, കാരണം നിങ്ങൾ വചനത്തെ കോട്ടി മാറ്റുന്നു, ജനങ്ങൾ പാവങ്ങളെ ഒന്നുമല്ല. പാവങ്ങളെ ആരാ കബളിപ്പിക്കുന്നതെന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? ഓരോ കൺവെൻഷൻ യോഗത്തിലും ജീവപുസ്തകത്തിൽ പേരിൽ നിന്നെ കത്തിച്ചു കളയോടാ എന്നൊക്കെ പറയുന്ന ആളാണോ ജനത്തെ വഞ്ചിച്ചത്, അതോ സത്യം പറഞ്ഞ് ഞാനാണ്? ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ നമ്മളിവിടെ വഴക്കിനൊന്നും വേണ്ട, ഇവിടെ തർക്കവും ഇല്ല. നമ്മൾ ട്രൂത്ത് പറയുന്നു. ചെവിയുള്ളവൻ, യേശുക്രിസ്തു പോലും പറഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ഞാനും അതേ പദം ആവർത്തിക്കുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. റോഷ് ഹഷനയിൽ ആരംഭിച്ച് എഴുത്ത് ഫൈനൽ സീലിംഗ് അക്കോർഡിൻ യോൻ കപൂർ. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ആരംഭത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഇൻട്രൊഡക്ഷൻ. 2, ഈ റോഷ് ഹഷൻ, അതായത് കാഹളധ്വനി പെരുന്നാൾ എന്ന് പറയുന്നത് അന്നാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഗോഡ് ഓപ്പൺ ദ ബുക്ക്. ഇതിന്റെ ഒരു സ്പിരിച്വലി നമുക്ക് മനസ്സിലാക്കണം, ഒരു ടൈം ലൈൻ മനസ്സിലാക്കാൻ. ഗോഡ് ഓപ്പൺ ദ ബുക്സ് ഓഫ് ലൈഫ്, ബുക്ക് ഓഫ് ഡെത്ത് ആൻഡ് ബുക്ക് ഇൻ ബിറ്റ്വീൻ. 3 തുറക്കും. അതായത് ഇസ്രായേൽ, ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? പീപ്പിൾ ദോസ് ഹു ആർ ലിവിങ് ഇൻ അണ്ടർ ദ റൈച്ചസ്നെസ്. ഇത് ടെമ്പിൾ മാറ്റർ. കാരണം യോൻ കപൂർ എന്ന് പറയുന്നത് ഒരിക്കലും പുതിയ നിയമസഭയിൽ ഇന്നുള്ളതല്ല. പുതിയ നിയമസഭ ഇന്ന് ഈ ഉത്സവങ്ങളിലല്ല ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഈ ഉത്സവങ്ങളുടെ എല്ലാം ഫുൾഫിൽമെന്റിൽ. ഓക്കെ. 2, അന്നത്തെ നീതി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ നീതി. അന്നത്തെ വിക്കഡ്നെസ് എന്ന് പറയുന്നത് എന്തോ? പ്രവൃത്തിയാണ്, ന്യായപ്രമാണത്തിന്റെ ലംഘനം. ഇന്നത്തെ നീതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിച്ച നീതിയാണ്. നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തികൾ കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രമല്ല നമ്മൾ ധരിച്ചിരിക്കുന്നത്. വിശ്വാസത്താൽ നമുക്ക് ദൈവപുത്രന്റെ നീതിയാണ് ലഭിച്ചത്. അവൻ തന്നെ നമ്മുടെ നീതിയായി മാറി. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി അവനെ പാപമാക്കി. അപ്പൊ നമ്മൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന നീതി നമ്മൾ സമ്പാദിച്ചതല്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ന്യായപ്രമാണത്താൽ ലഭിക്കുന്ന നീതിയായല്ല, യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതി തന്നെ പ്രാപിച്ച് എനിക്ക് അവനിൽ ഇരിക്കണം, അവന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കണം, അവന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകണം. അങ്ങനെ വല്ലവിധേന മരിച്ചവരുടെ എനിക്ക് എന്ത് വേണം? ഒരു പുനരുത്ഥാനം വേണം. അപ്പം ഓൾഡ് ഗവനന്റിൽ ആ ആളുകളുടെ റൈച്ചസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തികൾക്ക് അത്യുല്യം. അപ്പം ന്യൂ ടെസ്റ്റമെന്റ് ഈസ് ബേസ്ഡ് ഓൺ ഫെയ്ത്ത് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ പ്രാപിച്ച ദൈവനീതിയെ കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഇനി എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും
നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ദൈവിക നീതിയുടെ വസ്ത്രത്തിന് വെളിച്ചം കൂടില്ല. അപ്പം നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഫ്രീ ആയിട്ടാണ് കർത്താവ് നമുക്ക് തന്നത്. അതാണ് ന്യൂ ടെസ്റ്റമെന്റ്. കാരണം അതിന്റെ വില ക്രൈസ്റ്റ് അത്ര വില ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ആ രക്തത്തിന്റെയും യേശുവിന്റെ നീതിയുടെയും വില നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ എന്നെ കഴുകണേ എന്ന് പറയത്തില്ല. ഇതെല്ലാ യോഗത്തിലും എല്ലാ സഭയത്തിലും എന്നെ കഴുകണേ എന്ന് പറഞ്ഞാൽ യു ഡു നോട്ട് നോ ഹൗ മച്ച് ഇറ്റ് ഈസ് വാല്യുബിൾ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില എന്താണ് അറിയാത്തവരാ കഴുകണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും തെറ്റിലേക്ക് പോകുന്നതിന്റെ കാരണം യു ഡു നോട്ട് നോ ഹൗ മച്ച് വാല്യുബിൾ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോകും. അപ്പൊ ഇവിടെ ഇത് അവരുടെ സ്പിരിച്വൽ സ്റ്റേറ്റ് അനുസരിച്ച്, അവരുടെ ആത്മീയ അവസ്ഥ അനുസരിച്ചാണ് പുസ്തകത്തിൽ എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞു. ജീവപുസ്തകം, മരണത്തിന്റെ പുസ്തകം. അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞു 10 days ഓഫ് റിപ്പൻഡൻസ് ഉണ്ട്. അതിന് യഹൂദന്മാർ പറയുന്ന പേര് അസറത്ത് എമ്മി തെഷുവാണ്. അസറത്ത് എമ്മി തെഷു എന്ന് പറഞ്ഞാൽ അതായത് ഇന്റർമീഡിയറ്റ് പീപ്പിൾ. അതിനെ പറഞ്ഞ ഹീബ്രു എന്ന് പറഞ്ഞാൽ ബെനി നോമിനി, ബെനി നോമിൻ മീൻസ് ദ ടൈം ഓഫ് റിപ്പൻഡൻസ്. മാനസാന്തരപ്പെടാൻ ഒരു അവസരം കൊടുക്കും. ഞാൻ അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈച്ച് ഡേ ഇൻ ആൻ ഓപ്പർച്യൂണിറ്റി ടു മൂവ് ഫ്രം ദ ബുക്ക് ഓഫ് ഡെത്ത് ടു ബുക്ക് ഓഫ് ലൈഫ്. അതായത് ഈ 10 ദിവസത്തിനകത്ത് 10 ദിവസം അവർ കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പോകാനുള്ള സാധ്യതകൾ അവരുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുക. ഇതിനെക്കുറിച്ചാണ് യെശയ്യാവിന്റെ പ്രവാചക പുസ്തകത്തിൽ 55-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഇങ്ങനെ, സീക്ക് ദ ലോർഡ് വൈൽ ഹി മേ ബി ഫൗണ്ട്. അവനെ അന്വേഷിക്കാവുന്ന അവനെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിക്കും. അപ്പൊ ഈ 10 ദിവസം നിങ്ങൾക്ക് തന്നിരിക്കുക എന്തുവാ? രക്ഷപ്പെടാനുള്ള സമയം. ഇതാകുന്നു സുപ്രസാദ കാലം. ഞാൻ ഇതെല്ലാം ചേർത്ത് പറയും. ഇതാണ് സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. അവനെ അന്വേഷിക്കാവുന്ന, അവനെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അപ്പൊ എബ്രായർക്ക് എഴുതുമ്പോഴും പറഞ്ഞേക്കുന്നത് ഇത് സുപ്രസാദ കാലം എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പോകാനുള്ള വലിയ സാധ്യതയാണ്. കാരണം യഹൂദ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ജീവനിലും, ചിലർ ജീവനിൽ പ്രവേശിച്ചു, ചിലർ മരണത്തിൽ കിടക്കുന്നു. ഇതിന് രണ്ടിന്റെ ഇടയിൽ ഒരുപാട് പേർ കിടപ്പുണ്ട്. അത് ശരിയാണോ ഇത് ശരിയാണോ എന്ന് പറഞ്ഞിങ്ങനെ തർക്കത്തിലുള്ളവരുണ്ട്. സോ അവരോട് പറയുകയാണ്, ദിസ് ഈസ് എ ചാൻസ് ആണ്, ഓപ്പർച്യൂണിറ്റി ടു മൂവ് ഫ്രം ബുക്ക് ഓഫ് ഡെത്ത് ടു ദ ബുക്ക് ഓഫ് ലൈഫ്. 10 days ഓഫ് റിപ്പൻഡൻസ്, 10 ദിവസത്തെ മാനസാന്തരം. യോം കിപ്പൂർ ഞാൻ നേരത്തെ പറഞ്ഞു, ഡേ ഓഫ് സീലിംഗ്. ഡേ ഓഫ് സീലിംഗ്, അതായത് the judgment are sealed. പുസ്തകത്തെ പിന്നെ ഇനി കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. യോം കിപ്പൂർ വന്നാൽ ഇറ്റ് ഈസ് സീൽഡ്. അതാ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് സമയം. കർത്താവ് യേശുവിന്റെ വരവ് എന്താണ്? സെക്കൻഡ് കമ്മിങ്. മഹാപുരോഹിതൻ, വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പോയ മഹാപുരോഹിതൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം തിരിച്ചു വരും. യോം കിപ്പൂർ. യോം കിപ്പൂറിന്റെ അന്ന് ഇറ്റ് ഈസ് സീൽഡ്. അതിന്റെ അർത്ഥം അന്ന് വരെ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. That day it is sealed for judgment. അതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് വെള്ളസിംഹാസന ന്യായവിധി. എന്നോട് കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഭയങ്കര കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് എന്നോട് ചീത്ത വിളിക്കാൻ തോന്നും. കാരണം നിങ്ങൾ ഈ വെള്ളസിംഹാസന ന്യായവിധി എല്ലാം കണ്ടുവച്ചേക്കുന്ന വേറെ വലിയൊരു കഥയ്ക്കകത്ത. ആ കഥയുടെ ഒടുവിലുള്ള സിംഹാസന ന്യായവിധി കാണുന്നു, മരിച്ചവൻ അപാലവൃത്തം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം എന്ന് അറിയാമോ? ഭൂമിയിലുള്ള മുഴുവൻ എണ്ണത്തെ പിടിച്ചവിടെ കൊണ്ടുവരുമെന്ന്. എന്നിട്ട് വന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാതെ. ജീവപുസ്തകം എന്ന് പറയുന്നത് ആമസോണിൽ ജീവിക്കുന്നവരുടെ പേരെഴുതിയ പുസ്തകമല്ല. ന്യായപ്രമാണത്തിന്റെ നേരിൽ ജീവിച്ചവരുടെ പുസ്തകമാണ് ജീവന്റെ പുസ്തകം. നെറികെട്ട് ജീവിച്ചവന്റെ പുസ്തകമാണ് മരണത്തിന്റെ പുസ്തകം. ഇതിൽ രണ്ടിന്റെ ഇടയ്ക്ക് ജീവിച്ചതിന്റെ പുസ്തകമാണ് ബുക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള പുസ്തകം. ഓക്കെ, മറന്നു പോകരുത്. അപ്പൊ ഇങ്ങനെ ഈ ബുക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പഴയ നിയമഭാഗത്ത് വേദപുസ്തക ടെമ്പിളുമായിട്ടും മഹാകാഹളധ്വനി പെരുന്നാളുമായിട്ടും മഹാപാപ പരിഹാര ദിവസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. റൈറ്റിംഗ് എഴുതുന്നത് എപ്പോഴാണ്? കാഹളധ്വനി പെരുന്നാൾ
സീൽ ചെയ്യുന്നത് എപ്പോഴാണ്? യോൻ കപൂർ. മാത്രമല്ല പിൽക്കാലത്ത് വന്ന മിഡ്രാഷ് എന്നൊക്കെ പറഞ്ഞ് പാരമ്പര്യം എന്ന് പറയും കേട്ടോ. മിഡ്രാഷ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, ട്രഡീഷണൽ റബനിക്കൽ ട്രഡീഷൻസ്, മിഡ്രാഷ് റബ്ബ എന്നൊക്കെ പറഞ്ഞാൽ അതില് നമ്മുടെ 69 സംഘത്തിൽ പറഞ്ഞല്ലയോ, വെൻ ആർ അല്ല ബുക്ക് ഓഫ് ലൈഫ്, കർത്താവ് നീ എന്ത് ചെയ്യണം? അവരുടെ പേരുകളെ മായ്ച്ചു കളയണം, നീതിമാന്മാരുടെ കൂടെ എഴുതാൻ പാടില്ല എന്ന് പറയുന്ന നിലയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. സോ the book of life is the book of the righteous one, the book of death is the book of the dead one. Disconnected with യോൻ കപൂർ. എന്റെ വാക്കുകൾ നിർത്തുക. അതായത് യോൻ കപൂർ മുതൽ അടുത്ത യോൻ കപൂർ വരെ ജീവിക്കാൻ വേണ്ടിയാണ് ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത്. ഈ യോൻ കപൂറിൽ സീൽ ചെയ്ത മരണത്തിന്റെ പുസ്തകത്തിൽ അടുത്ത ഒരു വർഷം his name is written to death. Written to death. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരിൽ 70 പേരെ പറഞ്ഞു വിട്ടപ്പം അവർ തിരികെ വന്നു, ഭൂതങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ വാക്കെന്താണ്? അതിനെക്കുറിച്ച് നിങ്ങൾ വലിയ ഹാപ്പി ഒന്നും ആവണ്ട, അതിലല്ല സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിക്കും. അപ്പൊ സ്വർഗത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രജിസ്റ്ററിൽ നിങ്ങളെ ദൈവം ആരായിട്ട് കണ്ടിരിക്കുന്നു? യു ആർ റിട്ടൺ ഫോർ ലൈഫ്. നിങ്ങൾ ജീവന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങളുടെ പേര് എഴുതിയിരിക്കുക, പുസ്തകത്തിൽ എഴുതിയിരിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയതിന് അത്രേ സന്തോഷിക്കും. എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? സിയോൻ പർവ്വതത്തിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സാക്ഷ്യം. അപ്പൊ പേര് രജിസ്റ്റർ എഴുതി വെച്ച്, ദാറ്റ് മീൻസ് ദേ ആർ about to live. ഇനി ന്യൂ ടെസ്റ്റമെന്റിൽ ഒരു യോൻ കപൂർ കർത്താവിന്റെ വരവിനോട് ബന്ധത്തിൽ ഇറ്റ് ഈസ് ഫുൾഫിൽഡ്, കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ്. ദർ ഇസ് നോ അനദർ യോൻ കപൂർ. ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇറ്റ് ഈസ് perfectly perfect, it is a completely complete. You are eternally saved, you are eternally righteous. നമ്മൾ ജീവന് വേണ്ടി പുസ്തകത്തിൽ എഴുതപ്പെട്ടവരല്ല, നമ്മൾ ജീവൻ പ്രാപിച്ചവരാണ്. The book of life, the righteous people, they're written for life. Now we are not, our name is not in the book of life. There is no such book in the New Testament. കാരണം ന്യൂ ടെസ്റ്റമെന്റിൽ ആരും ജീവന് വേണ്ടി ഡെസ്റ്റൈൻ ചെയ്തിട്ടില്ല. പുതിയ നിയമത്തിൽ ആരോടും മരണത്തിന് വേണ്ടിയും നിയമിക്കപ്പെട്ടിട്ടില്ല. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ there is no death in the new covenant. Everyone, എല്ലാവരും നിത്യജീവനാൽ നിയോഗിക്കപ്പെട്ട എല്ലാവരും, അത് ഓൾഡ് ടെസ്റ്റമെന്റ്. കാരണം ഓൾഡ് ടെസ്റ്റമെന്റ് ടൈം ഇതുവരെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. Now we are in the life of God. Christ lives in us. നമ്മളെ ഉള്ളിൽ കർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ, എഴുതിയോ, മായിച്ചോ, ദൈവമേ കാണുവോ, വെള്ളസിംഹാസനത്തിന് മുമ്പിൽ എത്തുമോ എന്നൊക്കെയുള്ള ഭയമെല്ലാം നിർത്തി യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന വലിയ ബോധ്യത്തോടെ, ആ ദൈവനീതിയോടെ, ആ ദൈവിക സന്തോഷത്തോടെ, വിശുദ്ധിയോടെ തുടരാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ. അതുകൊണ്ട് ആരും നിങ്ങളെ ജീവപുസ്തകത്തിന്റെ പേരിൽ ഇനി ഭയപ്പെടുത്തരുത്. ബി ഫ്രീ ഫ്രം ഓൾ ദീസ് എറേഴ്സ്. തെറ്റായ പഠിപ്പിക്കലിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു ചെറിയ വിശദീകരണമാണ് നൽകിയത്. ബാക്കി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അവിടുത്തെ കൃപയാൽ നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.